ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പാലക്കാടല്ല കേട്ടോ, ഇതൊന്ന് കോഴിക്കോടാണ്. ഞങ്ങളുടെ കോഴിക്കോട്ടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഇവിടെ എടുക്കാൻ കാരണം, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു പുട്ടുകുറ്റി വാങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മണ്ണിൻ്റെ അതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കലം. ഇപ്പോൾ പുട്ടുകുറ്റി കഴുകുകയാണേ. പിന്നെ ഇതതിൻ്റെ മൂടിയാണ്, അത് ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇങ്ങനെയൊരു മൂടി അടപ്പ് അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ചില്ലും. അപ്പോൾ നമുക്ക് പൊടി ഒന്ന് നനയ്ക്കാം. ഇത് അരിപ്പൊടിയാണ്. അരിപ്പൊടീൻ്റെ കൂടെ ഞാൻ കുറച്ച് മുത്താറീൻ്റെ പൊടി കൂടി ചേർക്കാറുണ്ട് കേട്ടോ. കുറച്ച് സാധാരണ അരി മാത്രമാകുമ്പം ഷുഗർ കണ്ടൻറ്റ് കൂടുതലല്ലേ, അപ്പം മുത്താറി ആകുമ്പം കുട്ടികൾക്കൊക്കെ നല്ലതാണല്ലോ. അപ്പം എന്തായാലും ശരി, മുത്താറീൻ്റെ പൊടി കുറച്ച് ചേർത്തിയാൽ ടേസ്റ്റും ഉണ്ടാവും, ഗുണമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് പൊടി നിറയ്ക്കാം കേട്ടോ. ഈ വീഡിയോയിൽ ഈ പുട്ട് ചുടുന്നത് മാത്രമല്ല കേട്ടോ, ഇത് ഉപയോഗിക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടി ഞാനിതിൽ പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ, നിങ്ങൾക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ, ഇത് ഉപയോഗിക്കുന്ന ആളുകൾ വേറെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ വന്ന ഒന്നാമത്തെ പ്രശ്നം ഇനി ഞാൻ പറയാം. എന്താ വെച്ചാൽ, ഇപ്പോൾ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്, നന്നായിട്ട് ബോയിൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊടി വെച്ചത്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ, വരുന്ന ആവിയെല്ലാം ഈ ഒരു രണ്ടിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് ഉണ്ടല്ലോ, അതായത് പുട്ടുകുറ്റിയുടെയും കരത്തിൻ്റെയും ഇടയിൽ കുറച്ച് ഗ്യാപ്പുകൾ ഉണ്ടായിരുന്നു. ആ പാത്രം എന്താ പറയുക, ഫിനിഷിങ്ങിലല്ലോ. അപ്പോൾ എന്താ പറയുക, സ്റ്റീലിൻ്റെയൊക്കെ ആണെങ്കിൽ ഫിനിഷിങ് ആയിരിക്കും അതിൻ്റെ എഡ്ജുകൾ. ഇത് ഫിനിഷിങ് അല്ലാത്ത കാരണം ഈ ആവിയെല്ലാം ഈ ഗ്യാപ്പിലൂടെ അങ്ങ് പോകാൻ തുടങ്ങി. അപ്പോൾ വെച്ചാൽ മുകളിലോട്ട് ആവി വരുന്നില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഒരു മിനിമം ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈം കഴിഞ്ഞിട്ടും മുകളിലേക്ക് ആവി വരുന്നില്ല. അപ്പോഴാണ് എനിക്ക് അതിൻ്റെ പ്രോബ്ലം മനസ്സിലായത്. അതായത് ആ ഒരു ഗ്യാപ്പുകളാണ് എന്നുള്ള മനസ്സിലായി. അന്നപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ഞങ്ങളുടെ വീട്ടിൽ ആദ്യം മുളംകുറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ആ മുളംകുറ്റിക്കും ഇതേ പ്രോബ്ലം ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ആ മുളംകുറ്റി നമ്മൾ എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ ഈ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തുണി നനച്ചിട്ട് ചുറ്റിയിടുക ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഞാനൊരു തുണി കഷ്ണം എടുത്തിട്ട് നനച്ചിട്ട് ഇതുപോലെ ചുറ്റിയിട്ട് എന്നിട്ട് കലത്തിൻ്റെ മേലെ വെച്ചപ്പം പെട്ടെന്ന് ആവി വന്നു കേട്ടോ. അപ്പോൾ ആ പ്രോബ്ലം എങ്ങനെയെങ്കിലും സോൾവ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി വേഗത്തിൽ ആവി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നി കുറച്ചുകൂടി അത് ശരിയാവാനുണ്ട്, കുറച്ചുകൂടി സമയം ഡിലേ വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് മുളംകുറ്റി നമ്മൾ ഉപയോഗിക്കുന്നതിന് മുന്നേ വെള്ളത്തിലിട്ട് വയ്ക്കും. അതൊന്ന് ഇത്തിരി അതിൻ്റെ എന്താ പറയുക, ഡ്രൈ ആയിരിക്കുന്നത് കുറച്ച് പോയിട്ട് കുറച്ചൊന്ന് കുതിരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ ഇപ്പം മുളംകുറ്റിയില്ല, അത് കേടുവന്നായിട്ടോ. അപ്പം അതേപോലെ തന്നെ എനിക്ക് തോന്നി, ഇതൊന്ന് വെള്ളത്തിലിട്ട് വെച്ചാലോ. അങ്ങനെ ഞാൻ പിറ്റേന്ന് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചു. എന്നിട്ട് അപ്പോഴേക്കും നന്നായിട്ട് വെള്ളം കുടിച്ചു. എന്നിട്ട് പുട്ട് ചുട്ട് നോക്കി. അപ്പോൾ വളരെ പെട്ടെന്ന് ആവി മുകളിലോട്ട് വന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ മനസ്സിലാക്കിയെടുത്തൊരു കാര്യമാണ്, അതിങ്ങനെ ഡ്രൈ ആയിരിക്കുമ്പോൾ അതിലേക്ക് ആവി കയറാൻ കുറച്ച് പ്രയാസമുണ്ട് എന്നുള്ളതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന അന്ന് അതൊന്ന് ജസ്റ്റ് വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ടത് കുതിർന്നിട്ട് തന്നെയാണ്, അപ്പോഴാണ് ആവിക്ക് പെട്ടെന്നൊന്ന് മുകളിലോട്ട് കയറാനൊരു എളുപ്പം വരുന്നത്. വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇതിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഈ ഒരു വലിപ്പമൊന്നും ഇല്ല കേട്ടോ. കാരണം അതിൻ്റെ ഡയമീറ്റർ, ഉള്ളിലുള്ള ആ ഒരു അളവ് വളരെ കുറവാണ്. അത് കാരണം നമുക്ക് വളരെ കുറച്ച് പൊടി അതിൽ ഇടാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ വാങ്ങുന്ന ആളുകൾ മാക്സിമം വലിപ്പത്തിലുള്ള പുട്ടുകുറ്റി തന്നെ വാങ്ങാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ വളരെ കുറഞ്ഞ പൊടി, അല്ലെങ്കിൽ പുട്ട് 2 കഷ്ണം പുട്ടേ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയൊരു പ്രശ്നം ഇതിനുണ്ട്. വാങ്ങുന്നവർ ശ്രദ്ധിച്ച് വാങ്ങുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്.